ഹായ് ഗൈസ് നമ്മുടെ വൺസ് മോർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അർജുൻ ദാസും പിന്നെ നമ്മുടെ അതിഥി നമ്മുടെ സംവിധായകൻ നമ്മുടെ ഇന്ത്യന്റെ ഒക്കെ സംവിധായകനില്ലേ, പുള്ളിയുടെ മകളാ അവരുടെ സിനിമ. പിന്നെ നമ്മുടെ ഒരു നാട്ടുകാരനും കൂടെ ഉണ്ട് ഇതിനകത്ത്, എനിക്ക് നന്നായിട്ട് അറിയാം, കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനും എഴുപത്തായിരുന്നു, അപ്പൊ അങ്ങനെ കണ്ടുപരിചയം ഇല്ല. പക്ഷെ ഇപ്പം കണ്ടപ്പം ചലശ്ശേരിയുള്ള ആളാന്ന് പറഞ്ഞു. പക്ഷെ ട്രെയിലറിൽ പുള്ളിയില്ല, പടത്തിലുണ്ട്. എനിക്കൊന്നും എന്തോ കൊളീഗായിട്ട് അങ്ങാണ്ട് അഭിനയിക്കണേ. അപ്പൊ നായികയുടെ ആരെന്ന് കറക്റ്റ് എനിക്കറിയില്ല. കൊളീഗായിട്ട് അങ്ങനെ അഭിനയിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ. അതെ, പക്ഷെ വീഡിയോ സോങ് എന്തോ കണ്ട് ഇറങ്ങിയപ്പം ഇതിനോണത്തിനകത്ത് ഉണ്ടായിരുന്നു. ഏതൊരു വീഡിയോ സോങ്ങിനകത്ത് ഞാൻ കണ്ടപ്പോ പുള്ളി അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ഹിഷാം അബ്ദുൾ വഹാബ, മലയാളി, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒക്കെ ഹൃദയത്തിന്റെ ചെയ്തേക്കുന്ന ആളാണ്. അപ്പൊ ആ ഒരു പാട്ടും നേരത്തെ ഇറങ്ങിയായിരുന്നു, അതും ഭയങ്കര വൈറലായിരുന്നു. ആ കണ്ണമ്മ എന്നുള്ളൊരു പാട്ടൊക്കെ ഇപ്പൊ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് നോക്കാം. எனக்கு எப்படி தெரியும்? எங்க மதர் டெரேசா பர்த்டே சொல்லு. ரகு, அஞ்சலி, ஹாய் ஹாய் ஹாய். நீங்க என்ன பண்ற? லவ் பண்றேன். அர்ஜுன் தாஸ் உங்களுக்கு தான் தெரியும்ல. இது அவளே இவന്റെ புറകെ നടക്കാണ്. அஞ்சலி சங்கர் சங்கர்னா நீ அந்த மாதிரி டைப்பா? I can't stand her. சந்தோஷ் சுப்ரமணியம் படத்துல இருந்து ஸ்ட்ரைட்டா வந்து குதிச்ச மாதிரி. To begin with, I love you சொல்லு. நீ பண்ணாம எப்படி சொல்றது? நான் எப்பயோ பண்ணணும்னு சொல்றேன். கல்யாணம் மெல்ல பாத்துக்கலாம். ஃபர்ஸ்ட் டேட் பண்ணலாம். நான் இதுக்கெல்லாம் ரெடி இல்ல. ரகு, இப்போ நீ ரிலேஷன்ஷிப்ல இருக்கியா? റിലേഷൻ ഉണ്ടായിരുന്നു. മലയാളിയാണോ? സംഗമ സോന, ഇവിടെ മലയാളിയാണെന്ന് തോന്നുന്നു. അതെ, മലയാളി. 8 நாள் பழகி 8 ஜென்ம காதல். அந்த 7 ஜென்மம் இது உனக்கானவன்னு தான் தோணுது. சினிமால வர மாதிரி கட் அண்ட் ரைட்டா விஷயத்த சொல்லிட வேண்டியதானே? ரகு, நான் நீ நினைக்கிற பொண்ணு இல்ல. അതുകൊണ്ടാന്ന് തോന്നുന്നു. என்ன விட்டு ரகு. അതിന്റെ ട്രോമ ஒரு பொண்ணாக்கும் வேணாம். என்ன விட்டுட்டு போ. நான் உன்னை துரத்தி வரதுனால தானே எனக்கு கிராண்டடா எடுத்துக்கிறேன். நிஜமா அவ்வளவு காதல்? வாவ், ஃபிளாஷ் நியூஸ். நான் ஒருவேளை உன்னை துரத்தி வருது நிறுத்திட்டா என்ன பண்ணுவேன்? நீ நிறுத்த மாட்டேன். ஒருவேளை நிறுத்திட்டா நான் உன்னை தேடி வருவேன். പാട്ട് ഭയങ്കര സൂപ്പറാണ്. പ്രശാന്തിന്റെ നേരത്തെ ഇറങ്ങിയതല്ല. ടോക്സിക്കിന്റെ ഒപ്പം ടോക്സിക്കിന് 2 ദിവസം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നല്ല ട്രെയിലറാ. അതെ അല്ലേ? ഇന്ന് ഞാനോട് തന്നെ പിന്നെ ഫെബ്രുവരി എല്ലാം ഇറങ്ങുന്നതിന് ഡേറ്റ് ഞാൻ നോക്കിയില്ലായിരുന്നു. മറ്റേ വാലന്റൈൻസ് ഡേ ഒക്കെ ഇറങ്ങാൻ പറ്റിയ പടമായിരുന്നു. ശരിയാട്ടോ, ഒരു ലവ് പടം. ഇവരുടെ കഴിഞ്ഞ ദിവസം ഒരു പടം കണ്ടായിരുന്നു, കോൺ സിറ്റി എന്ന് പറഞ്ഞ അർജുൻ ദാസിന്റെ നല്ല സിനിമയായിരുന്നു. നല്ല നമ്മുടെ ലക്കി ഭാസ്കർ ഒക്കെ പോലെ തോന്നുമെങ്കിലും നല്ല അഭിനയൊക്കെയായിരുന്നു. ഇവരുടെ സൗണ്ട് അടിപൊളിയാ. പടത്തിലെ വില്ലനാലോ. പിന്നെ ഈ നായികയുടെ സിനിമ നമ്മുടെ ഇതിനകത്ത് രണ്ടാമത് കാണിച്ച നായിക മലയാളത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആന്റണി പെപ്പെ ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു സിനിമ, ഒരു കോളേജ് പശ്ചാത്തലത്തിലുള്ള സിനിമയുണ്ട്, ലൈലാസുരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓ മേരി ലൈലിയോ അങ്ങനെ എന്തൊരു സിനിമയുണ്ട്. അതിലെ നായികയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മലയാളത്തിൽ എഴുതിയേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പഠിക്കുന്ന മലയാളിയായിട്ടുള്ള ഒരു പെണ്ണ നായികയായിട്ടാന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് കാണിച്ച് മാവീരനിലൊക്കെയുള്ള അതിഥി എന്ന് പറഞ്ഞ ശുഭാർത്തികന്റെ നായിക. കുഴപ്പമില്ല, നല്ല ട്രെയിലറാ അല്ലെ? പടം ഏതായാലും അടിപൊളിയായിട്ട് നമ്മുടെ ഒരു നാട്ടുകാരനുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്നായിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ സിനിമയിലേക്ക് എത്തിന്ന് പറയുമ്പോൾ വലിയ കാര്യം. അപ്പം പടം കുറച്ചും കൂടി അതുകൊണ്ട് ഇതാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ട്രെയിലർ അടിപൊളിയായിട്ട്. എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റും 2:35 ഉണ്ട്. ഓക്കെ, അപ്പം നല്ല ട്രെയിലറാ. നല്ല സോങ്ങും റിവ്യൂ അടിപൊളിയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണും. അതെ, ഉറപ്പായിട്ടും. ബൈ ബൈ.